നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ സന്തോഷം ഉണ്ടാവാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ആ ഒരു സന്തോഷം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും വിവാഹം നടക്കുന്നതാവാം, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുക, പുതിയ വീട് വെക്കുക, അതേപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ പലരുടെയും ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഏറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സമാധാനം പലർക്കും കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ ചില തെറ്റിദ്ധാരണകൾ, അതുപോലെ തന്നെ പരസ്പര കലഹങ്ങൾ മൂലം മിണ്ടാതിരിക്കുക, കൂടാതെ പരസ്പരം മനസ്സിലാക്കാനായിട്ട് കഴിയാതെ വരിക. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവുന്നതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും നിങ്ങൾക്കിടയിൽ സ്നേഹവും സഹായവും പരസ്പര പിന്തുണയും ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഇവിടെ ദൈവാനുഗ്രഹം വളരെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്നും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഒരു കാത്തിരിപ്പിൽ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് പലരും ഏതോ ഒരു വ്യക്തിയുടെ മടങ്ങി വരവിനു വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ പങ്കാളിയെയായിരിക്കാം, നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയെ ആയിരിക്കാം, നിങ്ങളുടെ കൂടപ്പിറപ്പിനെ ആയിരിക്കാം, സുഹൃത്തിനെ ആയിരിക്കാം. അപ്പോൾ അവരുമായിട്ട് ഒരു കാലത്ത് നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. ജീവിതത്തിലുടനീളം അവർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ സംഭവിച്ചത്. എന്തൊക്കെയോ കാരണങ്ങളാൽ അവർ നിങ്ങളിൽ നിന്നും അകന്ന് പോയി എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് മടങ്ങി വരണം എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആ ഒരു കാത്തിരിപ്പിലാണ് പലരും ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയും അതുതന്നെയായിരിക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്കരികിലേക്ക് തന്നെ മടങ്ങി വരും. തികച്ചും അപ്രതീക്ഷിതമായിട്ട് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ വളരെ പെട്ടെന്നൊരു കണ്ടുമുട്ടൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലൂടെ, ഒരു മെസ്സേജിലൂടെയൊക്കെ ആയിരിക്കാം അവർ നിങ്ങളെ സമീപിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ് അത് വെറുതെ ആവില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഈ ഒരു സമയം വലിയൊരു ആശയക്കുഴപ്പത്തിൽ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരേ സമയം പല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ പല വഴികളും തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ ഒരു ശരിയായ തീരുമാനമെടുക്കാനായിട്ട് കഴിയാതെ ഇതാണോ ശരി അല്ലെങ്കിൽ അതാണോ ശരി, ഏതാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങളുടെ മനസ്സ് കുഴഞ്ഞ് മറിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഇവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത് ഒരിക്കലും പുറത്തു നിന്നല്ല, മറിച്ച് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്നാണ്. ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാത്തിനെയും മാറ്റി നിർത്തി ശാന്തമായിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ
സ്വയം ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടതെന്താണെന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെയെല്ലാം ഒരുപോലെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന്. അതായത് ചില അവസരങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ആകർഷകമായിട്ട് തോന്നാം, പക്ഷേ ഉള്ളിൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് പല വാഗ്ദാനങ്ങളും വലിയ വാക്കുകളുമൊക്കെ നൽകി നിങ്ങളെ സമീപിക്കാം. പക്ഷേ കാര്യത്തോട് അടുത്ത് കഴിയുമ്പോൾ പറഞ്ഞതുപോലെ ഒന്നും തന്നെ ആയിരിക്കില്ല നടക്കുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പല വാക്കുകൾ നൽകി പലരും പല അവസരങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. എന്നാൽ അതിനെയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാതെ, അതിൽ ആവേശം കൊള്ളാതെ സമയമെടുത്ത് അതിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ വാക്കുകൾ കേൾക്കുക, അതുപോലെ പ്രവൃത്തിയിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം അതിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി അവിടെ ആത്മവിശ്വാസത്തോടെ ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ളവരെ നിങ്ങളെ ബഹുമാനത്തോടെ ഗൗരവത്തോടെ കാണുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും നിങ്ങളുടെ വാക്കുകൾക്ക് വില കിട്ടുന്നതാണ്. കൂടാതെ സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് അനാവശ്യമായ ചിലവുകൾ കുറച്ച് ആവശ്യം ഉള്ളിടത്ത് മാത്രം പണം ചിലവഴിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. പണം സമ്പാദിക്കണം എന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.